ഞാൻ ഇപ്പൊ വരാം, നീ ഇവിടെ ഇരി. കാര്യം പറഞ്ഞോ, ഇവിടെ പോണ്. ഒരു അമ്മാവിക്ക് വലിവ് മൂത്ത് ജലാശയത്തിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. ഞാൻ ഒന്ന് പോയി നോക്കിട്ട് വരാം. ഇവിടെ അടുത്ത് തന്നെയല്ലോ. സീരിയസാ? സീരിയസ് ഒന്നുമില്ല, കളവിക്ക് സ്ഥിരം വല്ലാതെ തന്നെ. ഞാനും കൂടെ വരാം. നീ വേണ്ട. അല്ല, അതുകൊണ്ടല്ല. നമ്മൾ രണ്ടുപേരും കൂടെ പോയാലേ വെള്ളം അടിക്കാൻ വേണ്ടി ഇറങ്ങി പോകണം വിചാരിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും നമ്പർ അടിച്ചിട്ട് ഐസായിട്ട് ഇറങ്ങി പോരും. മാത്രമല്ല അനീഷണ്ണ ഇപ്പം വരും. അപ്പം നീ ഇവിടെ കാണണം. അതുകൊണ്ട് മച്ചമ്പി ഇവിടെ ഒരെണ്ണം കൂടെ അടിച്ചുകൊണ്ടിരിക്കും. ഞാൻ ഇതാ വന്നേച്ചു. ബോധമുണ്ടാ? ഇല്ല, വെള്ളമൊക്കെ തളിച്ചു നോക്കി, ഒരു രക്ഷയില്ല. റൂമൊക്കെ റെഡിയാണ്. അങ്ങോട്ട് കയറിക്കോ. അതോട്ട് പോയില്ലേ? തന്നെ എങ്ങോട്ടാണ് തള്ളിക്കൊണ്ട് പോണത്? അണ്ണ ഇവിടെ ആളെ ഇറക്കാറുണ്ട്. അണ്ണ ഇവിടെ റൂം പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് നല്ല സുഖമില്ല, ഒന്ന് കൊണ്ടാക്കാൻ പോവാ. തന്നെ എന്ത് പറ്റി? ഒന്നുമില്ല, കുഴപ്പമൊന്നുമില്ല. എന്നാ കിട്ടോളൂ. അങ്ങോട്ട് ഇറങ്ങ്. ഇറക്കട്ടെ? കുഴപ്പമില്ല, ഇറങ്ങ്. അല്ല, എങ്ങനെ കാല് കെട്ടി പിടിച്ചിട്ട് കാല് വെളിയിലോട്ട് വെക്കണം. പൈസ പിടി, ആവശ്യത്തിനുണ്ട്. ഇടത്തേക്ക് എടുത്ത് തൊള്ളോട്ട് അങ്ങനെ തള്ളി തരാം. അങ്ങനെ ചാലന്ന് ലാഡിങ്കാരെ വിളിക്കേണ്ട വരും. തൽക്കാലം വേണ്ട. അത് തന്നെ. ഓക്കെ, ഞാനൊന്ന് പൊക്കുവാണേ. അതൊക്കെ കുഴപ്പമില്ല. ഓക്കെ, ഒരു പടിയുണ്ട്. റിസർച്ചിലുള്ളവരെ നോക്കുന്നുണ്ട്. കുഴപ്പമില്ല, പേടിക്കണ്ട. കാലിലെത്തിയാണോ? കുഴപ്പമില്ല, കുഴപ്പമില്ല. കുഴപ്പമൊന്നുമില്ല. ഇവിടെ റൂം തരാൻ കഴിയില്ല. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ നിങ്ങൾ പറഞ്ഞോണ്ടല്ലേ ഇവിടെ കൊന്നത് വരും. അതൊക്കെ ഓക്കെ, പക്ഷെ അവസ്ഥ ഇതാണെന്ന് അറിയില്ലല്ലോ. ഇത് പ്രശ്നമാവുന്ന കേസാണ്. രണ്ടെണ്ണം അടിച്ചപ്പം ഒന്ന് വാള് വെച്ചു, അത്രേ ഉള്ളൂ. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, നമ്മളെ മുറിയിലോട്ട് കൊണ്ടുപോകാൻ. പോലീസിനെ വിളിക്കാം. പോലീസൊന്നും വിളിക്കണ്ട. നമ്മൾ ഓട്ടോറിക്ഷ വെളിയിൽ വെളിയിൽ കൊണ്ടുപോയിക്കണം കേട്ടാ. നിങ്ങൾ പോലീസൊന്നും വിളിക്കണ്ട. പിടിക്കും. വണ്ടി തൊല്ല കേസാണ്. വീടും കുടുംബം എല്ലാം ഉണ്ട്. 500 രൂപ കൂടുതൽ നിങ്ങളുടെ ഡോൺ വറി. ഞാനില്ല ഇവിടെ ഇരിക്കുന്നത്. നമ്മളെ വണ്ടി കൊണ്ടുപോവാ. തള്ളെ വലിച്ചു വലിക്കും. ഇതായിരിക്കുമല്ലേ നിങ്ങളെ വലിയുള്ള അമ്മാവി? അള്ള കളവാ. ഇവിടെ തിന്നി. ഞങ്ങളിതാ പോണം. കൊച്ചിനെ നേരെ വീട്ടിൽ തന്നെ കൊണ്ടുവിടും. അപ്പൊ പിന്നെ ആരും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? അണ്ണാ, നിങ്ങൾ കൊച്ചിനെ എടുക്കും, ഞാൻ കാർ എടുക്കാം. ചഞ്ചല, നീ വാ, കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അഞ്ചു, ഇവിടെ വന്നോ. ഓക്കെ, രണ്ടിപ്പോ വരുവേ. കിടക്കാൻ പോയിട്ട്
എന്തിനാ കാലെടുത്താ? ഒന്ന് സഹായിക്കണേ വേഗം. വാ, വന്ന് വണ്ടി കയറി. ഇതാണല്ലേ നിങ്ങളെ കുമ്മാവിക്കും സുഖമില്ലെന്നും പറഞ്ഞ് കിടന്ന് ക്രാവിയത്. രണ്ടും കൂടെ എന്നെ കുടിപ്പിച്ച് കിടത്തിയിട്ട് വേറെ റൂം എടുത്തിട്ട് മഷേക്കായിട്ടുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ നമ്മൾ ചൂടാവില്ലേ, നമ്മൾ ആദ്യം തന്നെ അവൻ്റെ അടുത്ത് കാര്യമില്ലെന്ന് തുറന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. എന്തില്ല, സോറിടാ. കാര്യം ഇതെന്റെ പഴയൊരു ഫ്രണ്ടാണ്. അനീഷേ, ഇവരുടെ അടുത്ത് കൂടുതൽ വിശദീകരിക്കാൻ നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വലിച്ചു കയറ്റി പോഞ്ഞിരിക്കുക. വെള്ളം എടുത്ത് കൂടിയടാ. എടേ ചഞ്ചലേ, അനീഷ് അണ്ണൻ കോളേജ് റീയൂണിയൻ പാർട്ടിക്ക് പോയതാണ്. അവസാന നിമിഷം പോകേണ്ടി വന്നതാണ്. നമ്മൾ രണ്ടുപേരും വെള്ളമടിച്ചുകൊണ്ടിരിക്കുമ്പം നീ വെറുതെ മൂഡ് ഔട്ട് ആവണ്ടെന്ന് വിചാരിച്ച് നിന്റെ കൂടി പറയണ്ടെന്ന് ഞാനാണ് അനീഷ് എന്നോട് പറഞ്ഞത്. എന്നിട്ട് എന്തിനാവാൻ? ആ കൊച്ചു വെള്ളം അടിച്ച് കിളി പോയി. അത് കണ്ടുകൊണ്ട് കൂടെ വന്ന് അനീഷ് അണ്ണൻ്റെ കൂട്ടുകാരെല്ലാം നൈസായിട്ട് മുങ്ങി. ആ കൊച്ചിനെ വീട്ടിൽ കൊണ്ടുവിടേണ്ട ജോലി അണ്ണൻ്റെ പെടലിലുമായി. പഴയ യൂണിയൻ ചെയർമാൻ അല്ലേ. ആട്ടോറിക്ഷ കയറ്റുന്നവരെ ബോധം ഉണ്ടായിരുന്നു. പിന്നെ അതിനുശേഷമാണ് വാളും വെച്ച് ഔട്ടായത് അല്ലേ അണ്ണ? ആ അതെ അതെ അതെ. അപ്പൊ കുറെ നാളെന്നെ ടച്ചൊന്നും കാണൂല അല്ലേ? ആ ഇല്ല ഇല്ല, വീട്ടുകാരെ ഒന്നും പരിചയമൊന്നുമില്ല. എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ളവരുടെ അടുത്ത് കൊണ്ട് കിടത്തണം. ഏത് ഹോട്ടലിൽ പോയാലും ഇത് തന്നെ ആയിരിക്കുമല്ലോ അവസ്ഥ. ആ മല്ലാറിലോട്ട് തന്നെ ഏത് നേരത്താണ് കൊണ്ടുപോകാൻ തോന്നുന്നത്. എത്ര നാളത്തെ പരിചയമുള്ള ചെണ്ടികൾ ഇങ്ങനെ വലിപ്പിക്കുമെന്ന് നനച്ചില്ല. അണ്ണാ, രാത്രി ഇതുപോലത്തെ ഒരു ചരക്ക് ബോധൽ, ഇതേപോലൊരു പെൺകുട്ടി ബോധമില്ലാതെ പഠിക്കൽ വന്ന് വീണ ഏവൻ്റെ നെഞ്ചൊന്ന് കിടക്കും. ആ ഗേറ്റിൻ്റെ അടുത്ത് കുറെ അലമ്പ് പൈലുകൾ എത്തി നോക്കണുണ്ട്. ഞാന്മാരും കുത്തി പൊക്കോ. ഓ, ഇതാരാവുമെന്തോ. എന്തിനാവാൻ? നമ്മളതിന് കുറ്റമൊന്നും ചെയ്തില്ലല്ലോ. എന്നാ നമുക്കല്ല അറിയാവൂ. ദൃക്സാക്ഷിയാണെങ്കിൽ അടിച്ച് കൊഞ്ചും. ഇപ്പം വല്ലതും പേല അല്ലെ നമ്മളെ ഊതിപ്പിച്ച് നോക്കിയുണ്ടല്ലോ, ഫാഷായിരിക്കും. 3 പൂര വിറ്റ്. അണ്ണനും സെറ്റില്ലേ? കണ്ടറിയാം. അഥവാ നമ്മളിപ്പം പൊക്കിയ ഡ്രങ്ക് ആൻഡ് ഡ്രൈവ് മാത്രമായിരിക്കും. കിഡ്നാപ്പ് ആയിരിക്കും ചാർജ് ചെയ്യാൻ പോണം. ഇടീനെ മേളമായിരിക്കും. ഡേയ് എന്നാ പിന്നല്ലാതെ. എന്നാ ഞാൻ ചുമ്മാ പറയണമെന്നല്ല, ഞാൻ കാണിച്ചു തരാം. നിൽക്കി ഒരു ഫോർവേഡ് വന്നതാണ് നേരത്തെ. ആ കിട്ടി കേട്ടോ. ഒരു പെണ്ണും 4 ആണും രാത്രി മുഴുവൻ കാറിൽ നടന്നറിഞ്ഞാൽ ഞെട്ടും. ലിങ്കിലോ മദ്യപിച്ച് മതോന്മത്തരായി വെഞ്ഞാറമ്മൂട് സ്വദേശിനിയായ മോഡലുമൊത്ത് രാത്രി നഗരത്തിൽ ചുറ്റി നടന്ന 4 പേര് തമ്പാനൂർ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇവർ സഞ്ചരിച്ചിരുന്ന ഒന്ന് നിർത്തടേ. വാർത്ത വേണ്ടെങ്കിൽ വേണ്ട. ഞാൻ ആരെങ്കിലും വീട്ടിൽ കൊണ്ട് കിടത്താം. അതേ വഴിയുള്ളൂ. അതേ വഴിയുള്ളൂ. നിന്റെ വീട്ടിൽ കുഴപ്പമൊന്നും കാണുമല്ലോ അല്ലേ? നിങ്ങൾക്ക് എന്താ ഭ്രാന്താണ്? നിങ്ങൾക്ക് എന്നാ അച്ഛൻ അറിഞ്ഞൂടാത്തോണ്ടാണ്. ഈ സമയത്ത് അങ്ങനെ അടിച്ച് കോൺ തിരിഞ്ഞ് ആരെ മെക്കിട്ട് കയറാന്നും പറഞ്ഞിരിക്കുകയായിരിക്കും. മാത്രമല്ല അങ്ങൊരു
ചെറിയൊരു കാമപ്പനാന്തം കൂടെയാണ്. അയ്യോ ശരിയാവില്ല, ശരിയാവില്ല, ശരിയാവില്ല. നിങ്ങളെ വീട്ടില വാടാ. ഈ ബോധമില്ലാത്ത കൊച്ചിനെ കൊണ്ട് കോളനി പോയാൽ എൻ്റെ കട്ടയും പടം മുടങ്ങും. കോളനി മൊത്തം അറിയും. മാത്രമല്ല നിനക്ക് അറിയാല്ല, എൻ്റെ വീടിൻ്റെ നടവരെ കാറ് പോവില്ല. ഇതിനെയും തലച്ചവിടായിട്ട് കോളനി കൂടെ നടക്കണ സീനൊന്നും നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇല്ല ഇല്ല ഇല്ല, എൻ്റെ ഒരു കസിൻ ചേച്ചി ഉണ്ട്, ആള് കൂളാ. കഴക്കൂട്ടം വരെ ഒന്ന് പോകേണ്ടി വരും. പോവാ. ഓ മറന്ന്, അവര് ബാംഗ്ലൂരിൽ നിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. പരിപാടിക്ക് നേരെ എത്തിയേക്കാമെന്നായിരുന്നു പറഞ്ഞത്. വേറെ ആരുമില്ലേ? വേറെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ട്, പക്ഷെ വീട്ടിൽ പേരൻസ് ഒക്കെ ആയിട്ടാ താമസം. കുഴപ്പമില്ല, ചിൽ പാർട്ടീസ് അങ്ങനെ നോക്കട്ടെ. ഹലോ, ഉറക്കമായിരുന്നാ? എടാ അയ്യോ, എപ്പം? ഇന്നാ? ഓ ശരി ശരി ശരി. ഒന്നുമില്ല, ഞാൻ ചുമ്മാ വിളിച്ചെന്നേ ഉള്ളൂ. ആ ശരിടാ, ഞാൻ ഇറങ്ങാം. അവൻ്റെ അമ്മൂമ്മ മരിച്ചു പോയിരുന്നു ഇന്ന് വൈകിട്ട്. നമ്മളെ കൊണ്ട് കയറ്റാൻ പറ്റൂല. അത് ശരി, അവിടെ 2 ബോഡി ആയിപ്പോയി. വേറെ ഒരുത്തനുണ്ട്, അവൻ കട്ടയ്ക്ക് കൂടെ വെക്കും, പക്ഷെ ലീക്കാക്കി കളയും. വിശ്വസിക്കാൻ പറ്റൂല. അങ്ങനെയുള്ള മരുന്നും വേണ്ടെന്ന്, ശരിയാവില്ല. ഒന്നുമില്ല. വേറെ അങ്ങനെ വിശ്വസിക്കാൻ പറ്റണ ആരും ഇല്ല. നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ പിന്നെ.